മാടപ്രാവേ വാ. ഇവിടെ കേറി വാ. ഇങ്ങോട്ട് വാ. ഓ ഇന്നലെ കടലയോ കടല ചൂടുണ്ട്. വാ ഇന്ന് കടല തരാം വാ. ഇന്നലത്തെ ടൂർ എങ്ങനെയുണ്ടായിരുന്നു? ഓ ഇന്നലെ പോയ ടൂറിന്റെ കാര്യം ഓർത്ത് ഞാൻ ചിരിച്ച് രാത്രി കിടന്നപ്പോഴൊക്കെ ചിരിയോട് ചിരിയായിരുന്നു. അതിന് മാത്രം ചിരിക്കാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളിങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം വാഗമൺ പോയില്ലേ, ഞാനും അഭിലാഷിനോട് കൂടി വാഗമൺ അവന്റെ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ ഒരു റിസോർട്ടൊക്കെ സ്ഥലം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയ വഴി തൊടുപുഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി നമ്മുടെ കുടയത്തൂര് കഴിഞ്ഞു, കാഞ്ഞാറ് എത്തി. കാഞ്ഞാറ് കഴിഞ്ഞിട്ട് അങ്ങ് മേളിലേക്ക് കയറിപ്പോയി. കുറെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ നല്ല തിരക്കാണ്. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു. ഞങ്ങള് ഞായറാഴ്ച അല്ലായിരുന്നു, ഇന്നലെ സൺഡേ ആയിരുന്നു. അതെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ടൂറിസ്റ്റ് ഉണ്ടായില്ല, അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല. പോയ വഴി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ നല്ല തിരക്ക്. അപ്പൊ ഞങ്ങക്ക് തോന്നി ഇന്ന് നല്ല തിരക്കാണല്ലോ, ഒന്ന് പോയി വരാൻ പാടായിരിക്കുമല്ലോ എന്ന് തോന്നി. പോയി ഏകദേശം നമ്മളിവിടെ വാഗമണ്ണ് എത്താറായി കഴിഞ്ഞപ്പോ അവിടെ എന്താണ് പോലീസ് ചെക്കിങ് നടക്കുക. പോലീസ് ചെക്കിങ് മെയിൻ റോഡൊക്കെ അല്ല. അപ്പൊ എന്തോ ഒറ്റ കാര്യങ്ങൾ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതാണ് അത്രയും പോലീസ് ചെക്ക്. ഇപ്പൊ 2 വണ്ടി പോലീസും ആക്സിഡന്റ് ഒന്നും ഇല്ല, എന്തോ വണ്ടിയും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഫുള്ളും എന്തോ സംഭവം എന്താണെന്നറിയില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒറ്റ കൊടുത്തേക്കണേ, അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് പോലീസുകാരിൽ നിന്ന്. അപ്പൊ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടിയും ഇങ്ങനെ കൈ കാണിച്ചു. അവര് നിർത്തി. ഇതിനകത്തൊരു പെണ്ണും ചെറുക്കനുമായിരുന്നു. വൈഫാന്നാ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബൈക്കല്ല, കാറിന്റെ. അപ്പൊ അവരുടെ വണ്ടിയും ഫുള്ള് ചെക്ക് ചെയ്തു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പോലീസുകാർ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, ഏത് സ്ഥലമൊക്കെ അവർ പറഞ്ഞു. സ്ഥലം എന്തോ സ്ഥലപ്പേര് പറഞ്ഞു. അതുപോലെ ഇങ്ങനെ വാഗമൺ പോണയാണ്, എന്ന സ്ഥലത്തേക്ക് പോണയാണ്. അപ്പൊ ആരാന്ന് ചോദിച്ചപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നൊക്കെ പറഞ്ഞു അവര് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് കിടന്ന ഒരു വെപ്രാളം പിടിക്കും, ടെൻഷൻ അടിക്കുകയും ചെയ്യും. അങ്ങനെ എന്തായിരിക്കും അവർ ചോദിച്ചത്, എന്താണെന്നറിയില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവരുടെ വണ്ടി ചെക്ക് ചെയ്തു. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അവര് ചെക്ക് ചെയ്തപ്പോ വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവര് സാധനങ്ങളൊക്കെ എടുത്ത്, അവരുടെ ബാഗ് കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു, എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസ് വണ്ടിയുടെ ബോണറ്റിന്റെ ഫ്രണ്ടിൽ വെച്ചു. പോലീസുകാർ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അവരങ്ങ് പോണു. എന്നാ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് വിട്ടു. പൊക്കോളാൻ പറഞ്ഞപ്പോ അവരുടെ ഫോണൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആരുടെ ടെൻഷനും കൊണ്ടാന്ന് തോന്നുന്നു അവരുടെ ഫോൺ എന്തോ എടുക്കാൻ മറന്നുപോയി. ആ പെണ്ണിന്റെ ആണോ ചെറുക്കന്റെ ആണോ ഫോൺ എടുക്കാൻ മറന്നു. അവരങ്ങ് വണ്ടി എടുത്ത് പോയി. കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോ ആ ഫോണിലേക്ക് പിന്നെ ഞങ്ങളാണ് പിന്നെ അടുത്ത വണ്ടി ഞങ്ങളെ കൈ കാണിച്ച് അങ്ങനെ. അതുപോലെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ചെന്നു. സാറേ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വാഗമൺ വരെ പോണെയാണ്, ഇവന്റെ സ്ഥലത്തിന്റെ ഒരു സംഭവ കാര്യങ്ങളൊക്കെ ആയിട്ട് പോണെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ മാറ്റെന്ന് പറഞ്ഞാണ്. ഞങ്ങള് ഇങ്ങനെ അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ പോവാണ് പറഞ്ഞുകൊണ്ടിരുന്ന പോലീസുകാർ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഫോണിലൊരു റിങ് വരുന്നത്. ഒരു കോള് വന്നപ്പോ മറ്റേ ഡ്രൈവർ, പോലീസിന്റെ അതിന്റെ ഒരു ഡ്രൈവർ പറഞ്ഞു, സാറേ അതേ കോള് വരുന്നുണ്ടല്ലോ. അപ്പൊ അവര് ഫോൺ എടുക്കാൻ പറഞ്ഞു. അവരെ ഇപ്പൊ എടുത്തിട്ട് അവര് വിളിച്ചായിരിക്കുന്നു വിചാരിച്ച് ഫോൺ എടുത്ത് സാറിനെ കൊടുത്തപ്പോ സാറ് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തപ്പോ പറയുവാണ്, ചേട്ടാ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എന്താണ് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് ആ കോള്. ഒരു ലേഡിയെ വിളിച്ചു. ഞങ്ങള് തൊട്ടടുത്ത് നിൽക്കും. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അല്ല ഇതിന്റെ വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോള് വിളിച്ചോണ്ടിരുന്നത് ആ പോയ പുള്ളിയുടെ വൈഫായിരുന്നു. സ്വന്തം വൈഫാണ്. അപ്പൊ സാറ് പറയണ്ട്, അപ്പൊ നിങ്ങൾ ഫോൺ ഇപ്പൊ എടുത്തില്ല, ഞങ്ങള് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങളിപ്പോ വണ്ടിയിൽ കയറി ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ എടുത്ത്, എന്നാ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ, പിന്നെ എന്തിനാണ് ഫോൺ എടുക്കാൻ വൈകണേന്ന് ചോദിച്ചിട്ടുണ്ട്. പോലീസുകാരൻ പറയുവാണ്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ, പിന്നെ അറിയില്ലല്ലോ. പോലീസുകാരന് അറിയില്ലല്ലോ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞപ്പോ അപ്പോഴാണ് അറിയണത് ഇത് ഹസ്ബൻഡ് ട്രാജഡി. എന്താ ചെയ്യാനാ. എന്നിട്ട് ഭയങ്കര ചിരി, ഞങ്ങളും ചിരി, വിളിച്ച വൈഫ് പറഞ്ഞു, ചേട്ടൻ ഞാൻ എത്ര നേരമായി ഫോൺ വിളിക്കണു, ചേട്ടൻ എന്താ ഫോൺ എടുക്കാത്ത എന്ന് ചോദിച്ചാണ് വൈഫ് വിളിക്കുന്നത്. അപ്പൊ സാറ് കാര്യം പറഞ്ഞു കൊടുത്തു. ഇതേ ഹസ്ബൻഡ് ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, വൈഫ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ നിങ്ങളെ വണ്ടിയിലല്ലേ ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ചെക്ക് ചെയ്ത് വിട്ടത്, മുകളിലേക്ക് പോയുള്ളൂ, വാഗമണിലല്ലേ പോയേക്കണേ, പിന്നെ കൂടെ ഉണ്ടായിട്ട് എന്തിനാ പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറയണ എന്താന്ന് ചോദിക്കാണ്. അപ്പോഴാണ് വൈഫിന് മനസ്സിലായി. അപ്പൊ ഇപ്പൊ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. അല്ല ഇതില് എന്ത് ചെയ്യാനാ, ഇത് ലോകമെമ്പാട് നടക്കുന്നതിനല്ലേ ഇതുപോലെ ചിലത് ഇങ്ങനെ ചുറ്റിക്കളികൾ ഇങ്ങനെ. ഇപ്പം പണ്ടൊക്കെ എനിക്ക് വെളി വരില്ല, ഇപ്പൊ പഠിച്ചത് അപ്പ എല്ലാം തെളിയിച്ചു കാണിക്കും അല്ലേ. ഇത് എന്തായാലും അറിഞ്ഞു നന്നായി. അതാണ്
അറിയില്ലേ നീ വെളി പോകുമ്പോ എപ്പോഴും നീ വിളിക്കണേ എന്തിനാ വിളിക്കരുതെന്നാ പറഞ്ഞ, എന്നെ വിളിക്കരുത്, തമാശയല്ല, എന്നെ നീ ഒരു ട്രാജഡി മനസ്സിലാക്കി ഇറിറ്റേഷൻ, എനിക്ക് ഫോൺ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോ പോലും നമുക്ക് എടുക്കാൻ തോന്നില്ല. നിങ്ങൾ ഡീസന്റ് ആണല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതുപോലെയുള്ള കെട്ടിയന്മാരെ പിടിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വൈഫുമാര് വിളിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും അടിപൊളി പാവം. എന്തായാലും അവന്റെ കാര്യം എന്തായിരിക്കും പോലീസുകാരും പറഞ്ഞു, അവന് വലിയ കോളായിരിക്കും. പോലീസുകാരും ചിരിച്ചിരിച്ച് ഞങ്ങളുടെ അടുത്ത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഞങ്ങളത് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയ വഴി മൊത്തം പിന്നെ അവരെ ചെക്ക് ചെയ്തു, അവരെ നോക്കിയിട്ട് കാണാനേ ഇല്ല, അവരെവിടെ എത്തിയെന്ന് പോലും. ഫോൺ മേടിക്കാൻ വേണ്ടി ഫോൺ മേടിക്കാൻ വേണ്ടി തിരിച്ചെന്തായാലും വരും, തിരിച്ചു വന്ന് ഫോൺ മേടിക്കും. ഫോണല്ലേ ഇരിക്കുന്നത്. അപ്പൊ പോയ ആ ചെറുക്കന്റെ ഫോണാണത് നിലവിൽ. ഫോൺ മേടിക്കാൻ വേണ്ടി അവൻ തിരിച്ചു വരും, തിരിച്ചു വരുമ്പോ പറയും എന്തായാലും ഇന്നത്തെ കാര്യം അവന്റെ കണ്ടപ്പോൾ വീട്ടിൽ ചെല്ലാനും പറ്റില്ല, അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് ഞാനും അഭിലാഷും പറഞ്ഞ് ഞങ്ങൾ വാഗമൺ വരെ ചിരിച്ചിരിച്ച് ചത്തു. എന്റെ പൊന്നോ, എന്തായാലും കൊള്ളാം.